അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി. ബഹുമാനനായ ഈ വേദിയുടെ അധ്യക്ഷൻ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, വാഫി വഫിയ 2026-27 വർഷത്തേക്കുള്ള പുതിയ വിദ്യാർത്ഥിനികളുടെയൊക്കെ ഒരു നവാഗത സംഗമ പഠനാരംഭം കുറിക്കുന്ന ഒരു അനുഗ്രഹീത വേളയിലാണ് നമ്മളിവർ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ കൂടുതലൊരു സ്വാലിഹായ സൽക്കർമ്മമായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്ക് കൂട്ടി നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സ്ഥാപനത്തിനൊക്കെ ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ CAC-യുടെ കീഴിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ നടന്നു വരുന്നുണ്ട്. ഇതിനൊക്കെ സഹായിക്കുന്ന, സഹകരിക്കുന്ന, പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ നമ്മിൽ നിന്ന് സഹായിച്ചിരുന്ന ധാരാളം ആളുകൾ നമ്മിൽ നിന്ന് മൺമറഞ്ഞു വേണ്ട അല്ലാഹു അവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകാൻ അനുഗ്രഹിക്കട്ടെ. സ്വദേശത്ത് വിശേഷിച്ചുള്ള ആളുകളുടെയൊക്കെ സഹായ സഹങ്ങൾ കൊണ്ടൊന്ന് മാത്രമാണ് അത് മുന്നോട്ട് പോകുന്നത്. അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി സഹായിക്കുന്ന, സഹകരിക്കുന്ന, പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം അല്ലാഹു ഇരുകൂട്ടും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയൊക്കെ ജോലിയിലും കച്ചവടത്തിലും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് അമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഈ സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ വാഫി വഫിയ വിദ്യാഭ്യാസ സമ്പ്രദായ രീതിയുടെ പ്രാധാന്യം വർഷം തോറും ഓരോ വർഷവും അതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. കാലഘട്ടമാണ്. ഇപ്പൊ 8ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ ഈ സംവിധാനത്തോട് ചേർന്ന് പഠിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് ആ രീതിയിലും പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ ദീനിനോട് പഠിക്കണം, ദീനുള്ള സ്ഥാപനത്തിൽ അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. രക്ഷിതാക്കളും ബോധവാന്മാരാണ്, വിദ്യാർത്ഥിനികളും അതേപോലെ തന്നെ നല്ല ബോധമുള്ള, നല്ല വിദ്യാസമ്പന്നരായ, നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളാണ് വാർത്തെടുക്കുന്നത്. നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെ പേരും പ്രശസ്തിയും വളരെ വലുതുമാണ്. ധാരാളം ആളുകൾ ഇങ്ങനെ കടന്നു വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സീറ്റ് കൊടുക്കാനില്ലാത്ത അവസരത്തിലാണുള്ളത്. നമുക്ക് സീറ്റ് പരിമിതമായിട്ട് കുറഞ്ഞ സീറ്റ് മാത്രമേ ഉണ്ടാവൂ. ഇത്തരം സ്ഥാപനങ്ങളുടെ നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം കോളേജുകളുണ്ടെങ്കിൽ പോലും നമ്മുടെ സ്ഥാപനത്തിന്റെ പേരും പ്രശസ്തിയും അതേപോലെ വിദ്യാഭ്യാസ കരിക്കുലവും അതൊന്ന് വേറെ വ്യത്യാസമുണ്ട്, ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സമ്പ്രദായ രീതിയിലേക്ക് ധാരാളം ആളുകൾ ആകർഷിച്ചു വരാനുള്ള കാരണവും. അതുകൊണ്ട് തന്നെ നമുക്ക് കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിലുള്ള സംവിധാനത്തിലൂടെ നമ്മുടെ മക്കൾക്ക് കാലോചിതമായ രീതിയിൽ പാഠ്യ പദ്ധതികൾ അത് ആവിഷ്കരിച്ച് അതേപോലെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, കലാരംഗത്തും കായിക രംഗത്തും മുതലുള്ള മികവും ഒക്കെ പരിഗണിക്കും. അതോടൊപ്പം തന്നെ വേണം, പഠനത്തോടൊപ്പം തന്നെ ഈ രംഗങ്ങളും ഉയർന്നു വരണം. പുസ്തകത്തിന് കിട്ടുന്ന അറിവ് മാത്രമല്ല, നമുക്ക് പൊതു രംഗത്ത് നിന്ന് കിട്ടുന്ന ധാരാളം അറിവുകൾ പഠിക്കാനുണ്ട്, ഉൾക്കൊള്ളാനുണ്ട്. അതൊക്കെ ജീവിതത്തിലൊരു പാഠമാണ്. അങ്ങനെയാണ് ജീവിതം ഉണ്ടാവും. ജീവിതത്തിൽ കയറ്റങ്ങൾ ഉണ്ടാവും, ഇറക്കങ്ങൾ ഉണ്ടാവും. അതൊക്കെ ജീവിതത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. ചിലപ്പോൾ ഒരുപക്ഷെ ഇവിടെ പഠിച്ചില്ലെങ്കിൽ പുസ്തകത്തിലില്ലാത്ത കാര്യമായിരിക്കും ഒരുപക്ഷെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ. അത് അഭിമുഖീകരിക്കൽ മാത്രമേ അതിനൊരു പരിഹാരം എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയാൻ കഴിയൂ. ആ രീതിയിലേക്ക് നമ്മുടെ സംവിധാനം എത്തിച്ചേർന്നുകൊണ്ട് നല്ലൊരു വിദ്യാഭ്യാസ സമ്പ്രദായ രീതിയാണ് എന്ന് എല്ലാ ജനങ്ങളും അംഗീകരിച്ചു വന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ധാരാളം കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യാനുണ്ട്. ആ രീതിയിൽ നമ്മുടെ സംവിധാനം ശക്തിപ്പെടുത്താൻ ധാരാളം ആളുകളുടെ സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ ധാരാളം ആളുകളുണ്ട്. അവർക്ക് കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ രക്ഷിതാക്കള് ഇതിന് വേണ്ടുന്ന പിന്തുണ നൽകിയത് കൊണ്ടാണ് ഇത്രയധികം കുട്ടികൾ ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അവരുടെ മക്കളൊക്കെ നല്ല രീതിയിൽ
പഠിപ്പിച്ച് വളർത്തിയെടുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിന്റെ വേണ്ടിയാണ്. ധാരാളം ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ധാരാളം ആളുകൾ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ സമുദായത്തിന് വേണ്ടിയുള്ള സേവന പ്രവർത്തനങ്ങളിലും രാജ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും അവരൊക്കെ ഇടപെട്ടുകൊണ്ട് സ്തുത്യാർഹമായ രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ സന്തോഷമുണ്ട്. അള്ളാഹു എല്ലാ രീതിയിലും നമ്മുടെ ഈ സംവിധാനത്തെ, CSCയുടെ കീഴിലുള്ള വഫിയ സംവിധാനത്തെ അള്ളാഹു ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ട് നല്ല രീതിയിൽ ആ സംവിധാനത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന നമ്മളെ അള്ളാഹു അതിലൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്നുകൂടി വൈകിയവളെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കു ചുരുക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.